ഇസ്മാ എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി ഞാൻ പറയട്ടെ, എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ. അവൻ കേൾപ്പിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അവൻ ആരാണ്? അവൻ ആരാണോ ഖുതുബയോതുന്ന ഖതീബ് എങ്കിൽ ആ ഖതീബ് കേൾപ്പിക്കണം. ആരെ കേൾപ്പിക്കണം? 39 പേരെ കേൾപ്പിക്കണം. എന്തു കേൾപ്പിക്കണം? അവന്റെ ശബ്ദം കേൾപ്പിക്കണം. അതെങ്ങനെയാണ് അത് ഉണ്ടാവുക എന്ന് ഇമാമുകൾ തന്നെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ ഖതീബ് തന്നെ ഉയർത്തണം സൗതഹു, അവന്റെ ശബ്ദത്തെ. പോരാ, ആ ശബ്ദം 39 ആളുകൾ കേൾക്കുകയും വേണം. ഇത് വിശദീകരിക്കാത്ത ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങളുണ്ടോ? ചെറുതുണ്ടോ വലുതുണ്ടോ? സകലമായ ഗ്രന്ഥങ്ങളിലും വ്യക്തമായി പറഞ്ഞിട്ടുള്ള പരമാർത്ഥമല്ല ഇത്. ഇനി ലൗഡ് സ്പീക്കർ ശബ്ദം മാറ്റുന്നില്ല, ഉച്ചത്തിലാക്കുകയാണെന്ന് പറയുന്ന ആളുകൾക്കും അത് പറ്റുമോ? ഖതീബ് ഉയർത്തണം.